ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. വിഷ്ണു സഹസ്രനാമം അടുത്ത കുറച്ച് നാമത്തിലെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 411 മുതൽ 420 വരെയുള്ള വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങളുടെ അർത്ഥമൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ആ ഭാഗം ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ, ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. 411 നാമം ഹിരണ്യഗർഭ. ഹിരണ്യഗർഭനായിട്ട് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ ആവിർഭവിച്ചു ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഭാഗവതത്തിലൊക്കെ ആ കഥകളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഹിരൺമയമായ അണ്ഡമാണ്. ആ ഹിരൺമയമായ അണ്ഡത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് തന്നെ കാരണമായത് എന്നും ഈ പ്രപഞ്ച ഉൽപ്പത്തിക്ക് കാരണമാകേണ്ട സൂക്ഷ്മ ഘടകങ്ങളെയെല്ലാം അതിൻ്റെയൊക്കെ ശേഖരം ഭഗവാൻ അതിനെ ഗർഭത്തിൽ ധരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഹിരണ്യഗർഭൻ അത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാന് ഹിരണ്യഗർഭൻ എന്ന നാമം. ഇനി 412 നാമം ശത്രുഘ്നഃ. ഘ്നഃ എന്ന് വരുമ്പോൾ ഹനിക്കുന്നവൻ, ഇല്ലാതെയാക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം, അല്ലെങ്കിൽ കൊല്ലുന്നവൻ എന്നൊക്കെ. അപ്പോൾ അതുപോലെ ശത്രുഘ്നഃ എന്ന് പറയുമ്പോൾ ശത്രുക്കളെ ഹനിക്കുന്നവൻ, ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവൻ. അപ്പോൾ ലോകത്തിൻ്റെ നന്മയ്ക്കും ലോകരുടെ സംരക്ഷണത്തിനും വേണ്ടി ഭഗവാൻ ശത്രുക്കളെയെല്ലാം അസുരന്മാരെയും ഒക്കെ ഇല്ലാതെയാക്കി എന്നും ഉള്ള ഒരുപാട് കഥകളൊക്കെ നമ്മൾക്കറിയാമല്ലോ. അപ്പോൾ ദേവന്മാരുടെ ശത്രുക്കളെ ഹനിക്കുന്നവൻ എന്നും ധർമ്മത്തിന് എതിരായിട്ട് നിൽക്കുന്നവരെ ഹനിക്കുന്നവൻ, ഇല്ലാതെയാക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ഉണ്ട്. അപ്പോൾ അധർമ്മം ഉണ്ടാകുമ്പോഴാണല്ലോ ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോൾ ഈ അധർമ്മത്തിന് കാരണമായിട്ടുള്ളതിനെയൊക്കെ ഭഗവാൻ ഇല്ലാതെയാക്കുന്നു. ആ അർത്ഥത്തിൽ ഭഗവാൻ ശത്രുഘ്നനാണ്. ഇനി നാമം 413 വ്യാപ്തഃ, വ്യാപിച്ചവൻ എന്നാണ് അർത്ഥം. അപ്പോൾ വിഷ്ണു എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ്. അപ്പോൾ വ്യാപിച്ചവൻ, സർവ്വപ്രപഞ്ചത്തിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ എവിടെയാണ് ഭഗവാൻ ഇല്ലാത്തത്? കാറ്റായിട്ടും മഴയായിട്ടും വെയിലായിട്ടും പിന്നെ ഒക്കെ ഭഗവാൻ പ്രപഞ്ചത്തിൽ വ്യാപിച്ച് നിലകൊള്ളുന്നു. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചവൻ എന്നാണ് അർത്ഥം. ഇവിടെ സമസ്ത വസ്തുക്കളിലും കാരണരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ. ഇത് വ്യാപ്നോതി ഇത് വിഷ്ണു, വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ വ്യാപ്തഃ, വ്യാപിച്ചവൻ. 414 നാമം വായുഹു. വായുഹു വാനം ചെയ്യുന്നവൻ, വാനം ചെയ്യുക, വീശുന്നവൻ എന്നർത്ഥം. അപ്പോൾ വായുരൂപത്തിൽ ഭഗവാൻ വീശിയടിക്കുന്നു എന്ന് പറയില്ലേ. അതിനാൽ വായു രൂപത്തിൽ അത് ആണെങ്കിൽ എങ്ങനെയാണ്? സദാഗതിയാണ്, അതിന് സദാ സഞ്ചാരം ഉണ്ടാവും. അതുപോലെ തന്നെ ജീവികളിൽ, എല്ലാ ജീവജാലങ്ങളിലും പ്രാണരൂപത്തിൽ, വായുരൂപത്തിൽ ഭഗവാൻ തൻ്റെ സ്വരൂപത്തിൽ വർത്തിക്കുന്നു. പിന്നെ നമ്മൾ ഭഗവത്ഗീതയിൽ 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമേ ഭിന്ന പ്രകൃതി അഷ്ടധ എന്ന്. എൻ്റെ പ്രകൃതി പ്രകൃതിയാണ് ഉള്ളത് എന്ന് ഭഗവാൻ പറയുന്നു. എന്താണ് അഷ്ടപ്രകൃതി? പഞ്ചഭൂതങ്ങൾ, വായു, അഗ്നി, ജലം, ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അതുകൂടാതെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതാണ് അഷ്ടപ്രകൃതി. 5 പഞ്ചഭൂതങ്ങളും പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇത് 3 കൂടെ ചേർന്ന് 5 3 8. അതാണ് ഭിന്ന പ്രകൃതി അഷ്ടധ എന്ന് പറയുന്നത്. അഷ്ടപ്രകൃതിയാണുള്ളത് ഭഗവാന്. അപ്പോൾ ഈ പറയുന്ന എല്ലാം ഭഗവാനാണ്. അതായത് വായുവും ആകാശവും അഗ്നിയും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ വായുഹു എന്ന് പറയുമ്പോൾ വീശുന്നവൻ, വായുരൂപത്തിൽ സദാ എല്ലാ പ്രാണികളിലും ഇരിക്കുന്ന ഭഗവാൻ. ഇനി 415 നാമം അദോക്ഷജ.
അന്തർമുഖരായ യോഗിമാരുടെ മനസ്സിൽ ജനിച്ചവൻ അധോക്ഷജൻ. അന്തർമുഖരായിട്ട് തന്നിലേക്ക് തന്നെ ആ യോഗാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ധ്യാനാവസ്ഥയിൽ സമാധി അവസ്ഥയിലിരിക്കുന്ന യോഗിമാരിൽ അവരുടെ മനസ്സിൽ ജനിച്ചവൻ, അതാണ് അധോക്ഷജൻ. ഇനി ഇവിടെ പറയുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ ഈ ബഹിർമുഖത്വമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്കാണ്. ശ്രദ്ധിച്ചാൽ അറിയാം, കണ്ണ് പുറത്തേക്കാണ്, ത്വക്ക്, നാക്ക് ഒക്കെ പുറത്തേക്കാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ ബഹിർമുഖത്വം കൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് നമ്മളെ കാഴ്ചകളിലും നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ അന്തർമുഖമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോഴാണ് മാത്രമാണ് ഉപശമിക്കുക എന്ന് പറയും, ഉപശമനം. അത് അനുഭവപ്പെടുമ്പോഴാണ് ഭഗവാന്റെ സ്വരൂപം അറിയാൻ കഴിയുക. അതുകൊണ്ടാണ് ധ്യാനം, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അഷ്ടാംഗ യോഗത്തിൽ വളരെ കാര്യമായിട്ട് പറയുന്നത്. അപ്പം ഭഗവാനെ സാക്ഷാത്കരിക്കുക അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് ആവശ്യമായിട്ടുള്ളത് ധ്യാനമാണ്. അപ്പം അതോ ന ക്ഷീയതേ എന്ന് പറയും. അതായത് ഒരിക്കലും തൻ്റെ സ്വരൂപത്തിൽ നിന്ന് താഴോട്ട് ക്ഷയിച്ചു പോകാതിരിക്കുന്നതിനാൽ അധോക്ഷജൻ. അധോക്ഷജൻ ഭഗവാനാണ്. ഭഗവാന്റെ വേറൊരു പേരാണ് അധോക്ഷജൻ. കാരണം ഒരിക്കലും തൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഭഗവാൻ താഴോട്ട് ക്ഷയിച്ചു പോവില്ല. അധ എന്ന് പറയുമ്പോൾ താഴോട്ടല്ലേ. അപ്പോൾ ആ താഴോട്ട് ക്ഷയിച്ചു പോവുക. അതോ ന ക്ഷീയതേ ജാതു യസ്മാത് തസ്മാത് അധോക്ഷജ. അപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും താഴോട്ട് ക്ഷയിച്ചു പോകാതിരിക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ആ ഒരേ ഒരു ഭാവമാണ്. അതാണ് ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത ഭാവമാണ് ഭഗവാനുള്ളത്. അതാണ് മഹാഭാരതത്തിലാണ് ഇത് പറയുന്നത്. അധോന ക്ഷീയതേ ജാതു യസ്മാത് തസ്മാത് അധോക്ഷജ. അങ്ങനെ താഴോട്ട് ക്ഷയിച്ചു പോകാതിരിക്കുന്നതാണ് ഭഗവാൻ. ഇനി 416 നാമം ഋതുഹു. ഋതു ആ കാലത്തിൻ്റെ രൂപമായ ഒരു ഘട്ടം ഭഗവാനാണ്. അപ്പോൾ കാലത്തിൻ്റെ രൂപമായിട്ടുള്ള ഘട്ടമാണ് ഋതുക്കൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഋതുക്കൾ പ്രകൃതിയിൽ വരുന്ന മാറ്റമാണ് ഋതു. അപ്പോൾ അതിന് കാരണമായ ശക്തി ആരാണ്? അപ്പോൾ ഇവിടെ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ നമ്മളൊരു കൃത്രിമ മഴയൊക്കെ പെയ്യിക്കുക എന്നൊക്കെ പറയും. ആ കൃത്രിമ മഴയൊക്കെ എത്ര പെയ്യിച്ചാലും നമ്മൾ സാധാരണ ശരിക്കുള്ളൊരു മഴയുടെ ആ ഒരു ശക്തിയും ആ ഒരു പ്രഭാവവും ആ ഒരു സുഖവും ഒന്നും അതിന് കിട്ടില്ല. അപ്പോൾ എല്ലാ ഋതുക്കളെ നിയന്ത്രിക്കുന്നു. കാറ്റ്, മഴ, വെയിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ ഒരു വലിയ ശക്തിയാണ് ഭഗവാൻ, കാലത്തെ നിയന്ത്രിക്കുന്ന ശക്തി. അതുകൊണ്ടാണ് ഋതുഹു എന്ന് തന്നെ ഭഗവാന് നാമം. ഇനി 417 നാമം സുദർശന. സുദർശനം സുന്ദരമായ ദർശനം എന്ന് പറയാം. നല്ല എന്ന് പറയുന്നത് എപ്പോഴും നല്ല എന്നുള്ള അർത്ഥമാണ്, കണ്ണിന് നല്ലത്. അപ്പോൾ സുദർശനം, നല്ല ദർശനം. ഏറ്റവും മോക്ഷത്തെ തരുന്ന സുന്ദരമായ ഫലത്തെ ദാനം ചെയ്യുന്നതാണ് സുദർശനം. കണ്ണുകൾക്ക് നല്ലത് എന്നുള്ള അർത്ഥമുണ്ട്. ഇനി ഭക്തി കൊണ്ടോ തപസ് കൊണ്ടോ ഭഗവത് ദർശനം സാധ്യമായാലും അത് സുദർശനമാണ്. മംഗളകാരിയായ അനുഭവം നേടാം. അപ്പോൾ പിന്നെ നാരായണീയത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയേണ്ട ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്ന്. ആ ഒരു ഭഗവാന്റെ ആ ഒരു വിഗ്രഹം തന്നെ ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. കാണുമ്പോൾ തന്നെ ദർശിക്കുമ്പോൾ തന്നെ ഭഗവാനെ ദർശിക്കുമ്പോൾ തന്നെ ഭഗവത് ദൃഷ്ടിക്ക് വിധേയമാകുമ്പോൾ തന്നെ ജന്മം സഫലമാകും എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഗുരുവായൂരിലെ ആ ഒരു ആ ഒരു വിഗ്രഹം സാക്ഷാത് ബ്രഹ്മമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മേൽപ്പത്തൂരും പറഞ്ഞത്. ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. എല്ലാ പുരുഷാർത്ഥങ്ങളും നേടിത്തരുന്നു ആ ഒരു വിഗ്രഹത്തിൻ്റെ കാണുന്ന ആ മാത്രയിൽ തന്നെ. പിന്നെ ഭഗവാൻ അസുരന്മാരെ നിഗ്രഹിക്കുന്നത് മിക്ക കഥകളിലും തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ചാണല്ലോ. അപ്പോൾ ആ ഒരു സുദർശന ചക്രം, ആ ചക്രം തന്നെ ഭഗവാനാണ്. അതുകൊണ്ടാണ് സുദർശന എന്ന ഭഗവാന്റെ നാമം. ഇനി 418 നാമം കാലഹ.
കാലൻ തന്നെ, കാലൻ എന്നല്ല കാലം എന്നാണ് പറയേണ്ടത്. ഭഗവാൻ കാലമാണ്, കാലസ്വരൂപനാണ് ഭഗവാൻ. ടൈം എന്ന് നമുക്ക് ഫിസിക്സും അല്ലെങ്കിലൊക്കെ പഠിക്കുമ്പോൾ ടൈമാണെന്ന് പറയും. അപ്പോൾ ഭഗവാനെ നിർവചിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ സംഭവങ്ങളുടെയും അവസ്ഥകളുടെയും ദൈർഘ്യം, അവയുടെ തമ്മിലുള്ള ബന്ധം, അപ്പോൾ പിന്നെ ഇതൊക്കെ നോക്കിയാണ് കാലത്തെ ഗണനം ചെയ്യുന്നത്. ആ ഒരു ശക്തിയാണ് കാലം. അപ്പോൾ സംഭവങ്ങളുടെയും അവസ്ഥകളുടെയും ദൈർഘ്യമൊക്കെ സൂചിപ്പിക്കുന്നതാണ് കാലം. കലനം ചെയ്യുന്നതിൽ വച്ച് ഞാൻ കാലമാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ എന്താണത് പറയുന്നത്? കാലക്കലയതാമഹം എന്ന് ചാപ്റ്റർ 10 ഗീതയിൽ പറയുന്നുണ്ട്. ഞാൻ കാലം തന്നെയാണ്, കാലക്കലയതാമഹം, ഞാൻ കാലം തന്നെയാണ്, കലനം ചെയ്യുന്നതിൽ വെച്ച് ഞാൻ കാലമാകുന്നു, കാലസ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ടൈമാണല്ലോ. കാരണം നമ്മൾ ഓരോ സമയത്ത് എണീക്കുന്നു, ഓരോന്ന് ചെയ്യുന്നു, ഇത്ര സമയം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ കാലവും അല്ലെങ്കിൽ ടൈമും നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ആ കാലം തന്നെ ഭഗവാനാണ്, ഭഗവാൻ കാലസ്വരൂപനാണ് എന്ന് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി 419 നാമം പരമേഷ്ടി. പരമേഷ്ടി ഹൃദയാകാശത്തിൽ സ്വമഹിമാവിൽ സ്ഥിതി ചെയ്യുന്ന സ്വഭാവമുള്ളതിനാൽ പരമേഷ്ടി. അപ്പോൾ ഹൃദയാകാശത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സത്യലോകത്ത് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ബ്രഹ്മാവിനെ തന്നെ പരമേഷ്ടി എന്ന് പറയും. അപ്പോൾ പരമേഷ്ടി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന അർത്ഥമുണ്ട്. സത്യലോകത്ത് ഭഗവാൻ ഇരിക്കുമ്പോൾ ബ്രഹ്മാവാണത്. അപ്പോൾ ബ്രഹ്മാവും ഭഗവാനാണ്, വിഷ്ണുവും ഭഗവാനാണ്, അതുപോലെ ശിവനും ഭഗവാനാണ്. സത്യലോകത്ത് ബ്രഹ്മാവിരിക്കുമ്പോൾ പരമേഷ്ടി എന്ന് പറയാറുണ്ട്. ആ പരമേഷ്ടി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭഗവാന്റെ ആ ഒരു സ്ഥാനമാണ് സത്യലോകം. ആ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഭഗവാനാണ് എന്ന അർത്ഥമാണ് പരമേഷ്ടി. ഇനി 420 നാമം പരിഗ്രഹ. പരിഗ്രഹിക്കുന്നവൻ, പരിഗ്രഹിക്കുക, സ്വീകരിക്കുക. പിന്നെ എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് ഭഗവാൻ അർപ്പിച്ചാലും ഭഗവാൻ അത് വളരെ ഇഷ്ടത്തോടു കൂടി സ്വീകരിക്കുമെന്ന് പറയും. അതുകൊണ്ടാണ് ചാപ്റ്റർ 9 പറഞ്ഞു, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രയതാത്മനഃ എന്ന് പറയും. അതായത് എന്തൊക്കെയാണോ നമ്മൾ 9ാമത്തെ ചാപ്റ്ററിൽ ഗീതയിൽ പറയുന്നുണ്ട്, ഒരു ഭക്തൻ എന്താണോ ഇഷ്ടത്തോടു കൂടി ഒരു പത്രം എന്ന് പറയുമ്പോൾ ഒരു പത്രമില്ല എന്നുള്ള അർത്ഥം, ഒരു തുളസി ഇലയോ എന്തെങ്കിലും ഒരു പൂവോ ഒരു പഴമോ കുറച്ച് വെള്ളം പോലും ഭഗവാന് മതി. നമ്മൾ വലിയ വലിയ പൂജകളും യാഗങ്ങളും ഹോമങ്ങളും ചിലവേറിയ കാര്യങ്ങൾക്കൊന്നും പോകണമെന്ന് പറഞ്ഞില്ല. ഭഗവാന് പ്രധാനം തൻ്റെ ഭക്തൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഭാവമാണ്. അത് എത്ര നല്ല രീതിയിൽ ഭഗവാനിൽ അർപ്പിക്കുന്നു അത്രയും ഭഗവാൻ പ്രീതനാവും എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ സർവഗതനാകയാൽ ശരണാർത്ഥികൾക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഗ്രഹിക്കപ്പെടുന്നവൻ. അപ്പോൾ ഏത് രൂപത്തിൽ ഭഗവാനെ എന്താ പറയുക സമീപിച്ചാലും ആ സ്ഥലത്ത് ആ രൂപത്തൊക്കെ ഭഗവാൻ തൻ്റെ ഭക്തനെ സ്വീകരിക്കും, ഗ്രഹിക്കും. അതാണ് പരിഗ്രഹ, സ്വീകരിക്കുക. എല്ലാ ദിക്കുകളിൽ നിന്നും അറിയപ്പെടുന്നവൻ എന്നർത്ഥം. ഭഗവാൻ എല്ലാവിടെയുണ്ട്, എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്ന സർവ്വചരാചരങ്ങളും സ്ഥാവര ജംഗമമായിട്ടുള്ള എല്ലാം, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നമ്മുടെ ശരീരത്തിലെ ആ പ്രാണരൂപത്തിലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു. ഇതൊക്കെ ആ ഒരു ഭഗവത് ചൈതന്യം ഉള്ളത് കൊണ്ട് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം നമ്മൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഞാനെല്ലാം ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിൽ എല്ലാം നടത്തുമ്പോൾ ആ ഒരു ഭഗവാനെ അറിയാതെ നമ്മൾ സ്വന്തം നമ്മളാണ് എല്ലാം എന്ന് വിചാരിക്കുക. എന്നാൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ തള്ളി നീക്കുന്ന ആ ഭഗവത് കാരുണ്യം കൊണ്ടാണ് എന്നുള്ളൊരു അറിവാണ് നമ്മൾക്ക് വേണ്ട. അപ്പോൾ ഇവിടെ 420ാമത്തെ നാമം പരിഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ സ്വീകരിക്കുന്നവൻ. അതായത് ഭക്തൻ എന്താണോ എല്ലാ ദിക്കുകളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എന്താണോ അർപ്പിക്കുന്നത് അത് വളരെ
ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കുന്നവൻ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിബഹൃതം അശ്നാമി പ്രേതാത്മനഃ എന്ന് ഭഗവാൻ ഗീതയിൽ ചാപ്റ്റർ 9 പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ഭഗവാനിൽ അർപ്പിച്ചാലും അത് ഭഗവാൻ വളരെ ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കും. എന്നാൽ ആ ഒരു ഭാവം, അർപ്പിക്കുന്ന ഭക്തൻ്റെ ആ ഒരു ഭാവമാണ് പ്രധാനം എന്നാണ് ഇവിടെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്. അപ്പം ഇത്രയും ഭാഗങ്ങൾ 411 മുതൽ 420 വരെയുള്ള നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗം ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജാ ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ. ആ ഒരു ഭാഗത്ത് വരുന്ന 10 നാമങ്ങളാണ് നമ്മൾ ഇന്നെടുത്ത് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം തത്സത്. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.